ഹലോ, ലേവീസ് വ്ളോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങോട്ടോ പോകാനുള്ള ഒരു കപ്പാടിലാണ്. സോ ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. പിന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ അങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ മിസ്സായി. കാരണം ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റേഷനൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം സെയിം മോഡലൊക്കെ തന്നെയാണ്. പിന്നെ ട്രെയിൻ ഏകദേശം നമ്മുടെ ഒരു മെട്രോ സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിനൊക്കെ കയറി നമ്മുടെ ജേർണി അങ്ങനെ സ്റ്റാർട്ടായിരിക്കുകയാണ്. പിന്നെ എനിക്ക് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുമ്പം ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇരിക്കുമ്പം എനിക്ക് തീരെ അത് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ പോലെ ഫീൽ ചെയ്യും. എന്നാലും നമുക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എന്താ നമ്മളെ ജേർണി സ്റ്റാർട്ടായി. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ലൊക്കേഷനും കാണിച്ചിട്ടുള്ള ഒരു കുട്ടി മാപ്പാണ്. പിന്നെ നേരെ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടി വരികയാണ്. കാരണം നമ്മൾ ബുക്കിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളതാണല്ലോ ഈ സ്ഥലമൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പണ്ട് വിചാരിക്കുമായിരുന്നു ഇങ്ങനത്തെ ഇവിടെ നല്ല ഏതെങ്കിലും ഒരു ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ പോകണം എന്നുള്ളത്. പക്ഷെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇതെൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇത് ശരിക്കും ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തണുപ്പൊക്കെ വലുതായിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഫ്രീ ആയിട്ടൊക്കെ നടക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു വൻ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും അതൊരു നല്ല ട്വിസ്റ്റ് ആയിരുന്നു. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാൻ അവിടെ വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഗൈസ് കണ്ടില്ലേ എന്താ ട്വിസ്റ്റ് സംഭവിച്ചെന്നുള്ളത്. നല്ല മഴ പെയ്തു. ഇവിടുത്തെ ക്ലൈമറ്റിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് മഴ വരിക എപ്പോഴാണ് വെയിലാവുക എന്നുള്ളതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്ന് മഴ പെയ്തു, അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് മാറി, മഴയൊക്കെ മാറി കുറച്ചൊന്ന് തെളിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും ചാറ്റൽ മഴയൊക്കെ വന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ നല്ല തണുപ്പ് തുടങ്ങി. അത്രയും നേരം അങ്ങനെ വലിയ തണുപ്പൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മഴ പെയ്തതോടുകൂടി തന്നെ ഒടുക്കത്തെ തണുപ്പായി. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു സ്റ്റോറിൽ കയറി. ഇവിടെ ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല വന്നത്, പുറത്ത് മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെന്താ അവിടെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മാഗ്നറ്റിൻ്റെ സംഭവം കേട്ടോ ഇത്, ലണ്ടൻ എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ബസ്സിൻ്റെ മോഡലുള്ള സ്റ്റിക്ക് ചെയ്യുന്ന സംഭവമുണ്ട്. ഈ സ്റ്റോറിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മഴയൊക്കെ പെയ്തപ്പം കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമ്മളെപ്പോലെ തന്നെ കയറിയതാണ് കേട്ടോ, ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല. പുറത്ത് മഴ ആയതുകൊണ്ട് അങ്ങനെ കയറിയവരുണ്ട്, അല്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെന്താ ഇതേപോലത്തെ ഒരുപാട് ടോയ്സും പിന്നെ പെന്ന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം മഴയൊന്ന് തോർന്നപ്പം നമ്മളിതാ ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മേളിൽ സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. സോ അവളെ കണ്ടു. അത് നമുക്ക് ഒരുപാട് നേരമൊന്നും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല, കാരണം തിരക്കും പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവളൊക്കെ കണ്ടു. പിന്നെ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ശരിക്കും ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഞങ്ങൾ അധികം ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2:30 ഒക്കെ ആയപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. സോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വേഗം പോവാണ്. അപ്പോൾ KFC കഴിക്കാൻ ഓർത്തിട്ട് അടുത്തുള്ള KFC സെൻറ്ററൊക്കെ നമ്മൾ നോക്കി അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ കുട്ടി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കീച്ചെയിനും ബാഗ്സും പിന്നെ ഡ്രസ്സും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല, കാരണം ഫുഡ് കഴിക്കണം, അതായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളങ്ങനെ KFC സ്റ്റോറിലെത്തി. ഇതൊരു പണ്ടത്തെ ഒരു മോഡലായിരുന്നു ഈ ഒരു KFC ഷോപ്പ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഫ്രൈസ്, പിന്നെ അതിൻ്റെ മയോണൈസും കെച്ചപ്പും കാര്യങ്ങളും പെപ്സിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴിച്ചു, കാരണം അത്ര വിശപ്പായിരുന്നു.
രാവിലെ മുതലേ നമ്മൾ മര്യാദയ്ക്കൊന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമായി. പോകുന്ന വഴിക്ക് ഈ ഒരു ഫ്ലാഷ് മോബ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടേക്ക് നിന്നു, ഫ്ലാഷ് മോബൊക്കെ വാച്ച് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നടന്ന് വന്നത്. അത് ശരിക്കും ലണ്ടൻ ടവർ ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്ന് ബക്കിംഗ്ഹാം പാലസിലേക്ക് നടക്കാനായിട്ട് കുറേ ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങളിത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലെത്തി. ഇത് ലണ്ടൻ ബ്രിഡ്ജ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ട്രെയിൻ ഉള്ളത്. ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്റ്റോപ്പൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തി. ഒരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പോകേണ്ട ബക്കിംഗ്ഹാം പാലസിൻ്റെ ആ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഇവിടുത്തെ ഈ ഒരു എസ്കലേറ്റർ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇത് പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് താഴത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ നേരമൊന്നും ഇതിൽ നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു തലവേദനയൊക്കെ പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കയറുമ്പം. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി, സ്റ്റേഷനെത്തി. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നോക്കി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള റൂട്ടും മാപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഡയറക്ഷനിലേക്കൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അതാ ഇവിടെ ഇരിക്കാനൊക്കെയുള്ള പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ അധികം നേരം അവിടെ ചുറ്റാൻ നിന്നില്ല. കാരണം പെട്ടെന്ന് ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകാമെന്ന് കരുതി. കാരണം ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഇരുടാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പാലസൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പാലസിൻ്റെ അവിടെയൊക്കെ ഇഷ്ടക്കണക്കിന് ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം നടന്ന് അങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ ഇതാ നമ്മൾ ബക്കിംഗ്ഹാം പാലസിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴാണെങ്കിലും ഒടുക്കത്തെ തിരക്കും, അത്ര ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ഇങ്ങനെ അത് ചുറ്റും ഇങ്ങനെ നടന്ന് കണ്ടു. ഒരുപാട് ഇതേപോലത്തെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരാന്നൊന്നും അറിയത്തില്ല, എന്നാലും എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമല്ലേ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു സംഭവം. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗാസയിലെ ആ ഒരു ഇഷ്യൂ, അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതേപോലെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ച് പോവാണ്. പോകുന്ന വഴിക്കാണ് നമ്മുടെ ലണ്ടൻ ഐയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മളതിൽ കയറിയിട്ടില്ല, കാരണം നമുക്ക് ടൈമില്ല. ഇനി ഓൾറെഡി 5:30 എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചിങ്ങോട്ട് എത്താനായിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് സ്റ്റേഷനിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മൾ മെല്ലെ ഇതേപോലെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആണ് അടുത്ത പണി വന്നത്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. മഴയും തിരക്കും ഒക്കെ കൂടെ നല്ല രസമായിരുന്നു. എന്തായാലും നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഒരു എക്സിബിഷനൊക്കെ പോലെ നടക്കുന്നുണ്ടായിരുന്നു. സോ കുറേ സ്റ്റോൾസും ഇതേപോലെ കളിക്കേണ്ട കുറേ ഗെയിംസിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ എന്താ
ഒരുപാട് കുട്ടി കുട്ടി സ്റ്റോളുകളുണ്ടായിരുന്നു. ഗെയിമിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 6 മണിക്ക് ആയിട്ടുണ്ടാവുക. എന്നാലും നമുക്ക് ലൈറ്റൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്, ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുടാവുന്നുണ്ട്. സോ അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ്സ് ഉണ്ടാവും ഇവിടെ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനെത്തി. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളെടുത്ത ടിക്കറ്റ് ഈ ഒരു മെഷീനിലിടണം. അപ്പോൾ അത് പോപ്പ് ചെയ്തിട്ട് ഇതേപോലെ പുറത്തേക്ക് വരും. അപ്പോൾ അത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് സ്റ്റേഷനിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലണ്ടൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, രാവിലെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ എൻ്റെ മൂക്കൊക്കെ നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട്, ഭയങ്കര തണുപ്പായിരുന്നു. എന്തായാലും എൻ്റെ ഫേസിൽ നല്ല ടയർഡ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിന് വന്നു. അങ്ങനെ നമ്മൾ ലണ്ടൻ വിശേഷം അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ലൂട്ടൺ എത്തിയപ്പോഴാണെങ്കിലോ ദീപാവലിൻ്റെ ഫെസ്റ്റ് നടക്കുന്നു. അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല അടിപൊളിയായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട്